കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാത്രിയാവുമ്പോൾ തളത്തിലിരുന്ന സുഭാഷ് ഏട്ടൻ എല്ലാവരോടുമായി അഖിൽ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കിയ കാര്യം ഹരീഷ് അറിയാതെ നോക്കണമെന്ന് പറയുകയാ. അവൻ അറിഞ്ഞ ഉറപ്പായും നീതുവിന്റെ വീട്ടിൽ പോയി വഴക്കുണ്ടാക്കുമെന്ന് സുഭാഷ് ഏട്ടൻ പറയേ. നീതു എന്തായാലും ഇനി ഹരീഷ് ഏട്ടനെ കാണാതിരിക്കില്ല. ആ കാര്യം അറിഞ്ഞിട്ട് അവരവളെ ചീത്ത വിളിക്കുകയും തല്ലുകയൊക്കെ ചെയ്യുന്നുണ്ടെന്നേ. എന്നിട്ട് അവള് നിർത്തുന്നൊന്നുമില്ല. പിന്നെ ഇവിടെ വന്ന് ബഹളം വെച്ചിട്ട് എന്താ കാര്യം, അതാ എനിക്ക് മനസ്സിലാവാത്തത് എന്ന് നികേഷും പറയുന്നുണ്ട്. ആ വിഷയത്തെപ്പറ്റി ഇനി സംസാരിക്കേണ്ടെന്ന് പറഞ്ഞില്ലേ എന്ന് സുഭാഷ് ഏട്ടനും അവന് താക്കീത് നൽകുകയാ. അപ്പോഴാണ് ജോലി കഴിഞ്ഞു വരുന്ന ഹരീഷിന്റെ ബൈക്ക് മുറ്റത്തെത്തി നിർത്തുന്നത്. അത് ശ്രദ്ധിച്ച സുഭാഷ് ഏട്ടനും ദേ വന്നു. ദേ നികേഷേ, വെറുതെ ആവശ്യമില്ലാതെ ഓരോന്ന് എടുത്തിടാൻ നോക്കരുത്, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറയേ. ഞാനായിട്ടൊന്നും പറയുന്നില്ല എന്ന് നികേഷും. ഹരീഷ് ഉമ്മറത്തേക്ക് കയറുമ്പോഴേക്കും അവിടെ ഇരിക്കുന്ന അച്ഛൻ ഡാ ഹരീഷേ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും അവൻ അച്ഛനെ മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറി പോവുകയാണ്. അവൻ തളത്തിലേക്ക് എത്തുമ്പോഴേക്കും സുഭാഷും ഓവറായി അഭിനയിച്ച് ആ വാ സുധീഷേ ഇരിക്ക്, നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് പറയേ. ഞാൻ വന്നു കയറിയുടനെ കഴിക്കാറില്ലല്ലോ, കൈയും കാലും ഒന്ന് കഴുകിയിട്ട് വരാം എന്ന് പറഞ്ഞ് ഹരീഷ് പോകുമ്പോഴേക്കും ആ ചെല്ല് എന്ന് സന്തോഷത്തോടെ പറയുക സുഭാഷ് ഏട്ടനും. അതുകൊണ്ട് നികേഷും സുഭാഷിന്റെ അരിയിലേക്ക് വന്ന് എന്റെ സുഭാഷ് ഏട്ടാ, എന്ത് പണിയായി കാണിച്ചത്? ആ ചിരി കണ്ടാ മതി, എന്ത് ഒളിക്കുന്നുണ്ടെന്ന് അപ്പൊ തന്നെ മനസ്സിലാവുമെന്ന് നികേഷ് പറയേ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, കഴിക്കാൻ എടുക്കട്ടെ എന്ന് ചോദിച്ചല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടനും കസേരയിലേക്ക് ഇരിക്കുകയാ. ദിവസവും ഹരീഷ് ഏട്ടൻ വരുമ്പോ സുഭാഷ് ഏട്ടൻ ഇങ്ങനെയാണോ പെരുമാറുന്നത് ആണോ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. ഹരീഷും സുഭാഷ് ഏട്ടാ, നിങ്ങൾക്കൊരു കാര്യവും ഒളിക്കാനോ മറക്കാനോ അറിയില്ല. കാലങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് വരുന്നത് പോലെ വാ ഇരിക്കേ, കഴിക്കാൻ എടുക്കട്ടെ എന്നൊക്കെയാണോ പറയുന്നത്? ഇയാൾ ഇതെന്തോന്ന് എന്ന് സുധീഷ് ചോദിക്കെ. എക്സ്പീരിയൻസ് കുറവാ എന്ന് നികേഷും. നിധിയും ഒരു പുഞ്ചിരിയോടെ അവിടെ തന്നെ നിൽപ്പാ. അപ്പോഴേക്കും ഹരീഷ് അങ്ങോട്ട് വരുന്നത് കണ്ട് ആ നമ്മുടെ ഹരീഷ് എത്തിയല്ലോ, വാ മോനെ ഇരിക്കേ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? കടയില് കേടായ സ്കൂട്ടറൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടോ? ഇന്നത്തെ പണിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ച് സുഭാഷ് ഏട്ടനെ വഴക്ക് പറയുക. സുധീഷും തകർത്ത് അഭിനയിക്കുകയാ. അത് കണ്ട് ഹരീഷും ഇതെന്താ പറ്റിയത്, നിങ്ങളൊക്കെ എന്നെ കളിയാക്കുകയാണോ എന്ന് ചോദിക്കേ. കളിയാക്കേ എന്തിന് എന്ന് സുധീഷും. അച്ഛനും അവിടെ എഴുന്നേറ്റ് ഉമ്മറ വാതിക്കൽ വന്ന് തളത്തിലേക്ക് നോക്കി നിൽപ്പാ. എന്താ ഏട്ടാ എന്ന് ഹരീഷ് സംശയത്തോടെ സുഭാഷിനോടായി ചോദിക്കേ. അങ്ങനെയൊന്നും ഇല്ലടാ എന്ന് സുഭാഷ് ഏട്ടനും. അത് ശ്രദ്ധിച്ചു നിൽക്കായിരുന്ന അച്ഛനും അങ്ങനൊന്നും ഇല്ലാതില്ല എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി വന്ന് ഹരീഷിനോടായി എടാ, ഒരു പെണ്ണിനോട് ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ അവളെ കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ടു വരാനുള്ള വഴി നോക്കണം. അല്ലെങ്കിൽ തന്നെ ഈ വീടിന്റെ പേര് നാട്ടിൽ നാറിയിരിക്കുക. അതിന്റെ കൂടെ ഒരുത്തൻ വന്ന് വീണ്ടും എല്ലാം വിളിച്ചു പറയാന്ന് വെച്ചാ എന്നച്ഛൻ പറയുന്നത് കേൾക്ക് പരിഭ്രമത്തോടെ നിൽപ്പാ സുഭാഷും കൂട്ടരും. ആരാ വന്നേ എന്ന് ഹരീഷും സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. ഒരു പതർച്ചയോടെ സുഭാഷും ഏയ് ഒന്നുമില്ലടാ എന്ന് പറയേ. ആരാ വന്നേ എന്ന് ഹരീഷ് ചോദിക്കുമ്പോഴേക്കും നിങ്ങളെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ, ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അച്ഛൻ അവനെ തട്ടി മാറ്റി വിടാൻ എന്ന് പറയുകയാ. അച്ഛൻ പറയട്ടെ എന്ന് ഹരീഷ് പറയേ. നീ പ്രേമിക്കുന്ന പെണ്ണിന്റെ ചേട്ടൻ അവനും 2-3 കൂട്ടുകാരും കൂടി വന്നു. വായിൽ തോന്നിയത് മുഴുവൻ വിളിച്ചു പറഞ്ഞിട്ട് അങ്ങ് പോയി എന്നച്ഛൻ പറയുമ്പോഴേക്കും സുധീഷ് വീണ്ടും അച്ഛനെ പിടിച്ചു മാറ്റിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അച്ഛൻ വീണ്ടും അവനെ തട്ടിമാറ്റി പറയട്ടടാ, നിങ്ങൾ മനസ്സിൽ വെക്കുന്നത് പോലെ ഞാൻ വെക്കില്ല, അവനാണ് ഇതെല്ലാം അറിയേണ്ടത് എന്ന് പറയുന്നുണ്ടെങ്കിലും സുധീഷ് വീണ്ടും അച്ഛനെ ബലമായി അവിടുന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാ. വിടടാ, ഞാൻ ഉള്ള കാര്യം പറയട്ടെ, അവൻ അറിയേണ്ടതല്ലേ, അവനോട് ഞാൻ വ്യക്തമായി കാര്യം പറയട്ടെ, വിടടാ എന്നൊക്കെ അച്ഛനും വിളിച്ചു പറയുന്നുണ്ട്. ഞങ്ങൾ പറയാന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ഹരീഷ് അച്ഛനെ ഉമ്മറത്തേക്ക് പിടിച്ചു മാറ്റി വീണ്ടും തളത്തിലേക്ക് ചെല്ലുകയാ. ആരെങ്കിലും ഒന്ന് പറ എന്ന് ഹരീഷ് പറയേ. എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തൊരു മനുഷ്യൻ തോറ്റു എന്ന് ടെൻഷനോടെ സുഭാഷും അച്ഛനെ നോക്കി പറയുകയാ. ഹരീഷും സുഭാഷേട്ടന്റെ അരികിലേക്ക് വന്ന് അച്ഛൻ പറഞ്ഞത് സത്യമാണോ സുഭാഷേട്ടാ, നീതുവിന്റെ ചേട്ടൻ ഇവിടെ വന്നിരുന്നോ എന്ന് ചോദിക്കേ. എടാ, അത് അങ്ങനെയൊന്നുമല്ല എന്ന് സുഭാഷ് പറയേ. അവളുടെ ചേട്ടൻ അഖിലും കൂട്ടുകാരും വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഹരീഷ് വീണ്ടും ചോദിക്കുക. എടാ, വേറെ ആരുമില്ല എന്ന് സുഭാഷ് പറയേ. എന്നിട്ട് അവരെന്താ പറഞ്ഞേ എന്ന് ഹരീഷും. അവരെ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല അല്ലേ എന്നൊരു പരുങ്ങലോടെ മറ്റുള്ളവരെ നോക്കി സുഭാഷ് ഏട്ടൻ പറയേ. ഏയ്, എന്ത് പ്രശ്നം അവരുണ്ടാക്കിയെന്ന് പറ എന്ന് ദേഷ്യത്തോടെ ഹരീഷും. സുഭാഷും എടാ, പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലെന്നേ, അവന്റെ അനിയത്തോട് നീ സംസാരിക്കുന്നത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു എന്ന് പറയേ. വേറൊന്നും പറഞ്ഞില്ലേ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. ഏയ് ഇല്ല, ഒന്നും പറഞ്ഞില്ലെന്ന് സുധീഷും. ഹരീഷും ദേഷ്യത്തോടെ സുഭാഷ് ഏട്ടാ വേറെന്താ ഉണ്ടായേ എന്ന് ചോദിക്കേ. എടാ, ഒന്നും പറഞ്ഞില്ലെന്നേ എന്ന് സുഭാഷ് പറയേ. സുധീഷും എന്റെ പൊന്നു ഹരീഷേ, അങ്ങനെ മോശമായിട്ട് എന്തെങ്കിലും ഉണ്ടായാ ഞാൻ വെറുതെ ഇരിക്കോ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ചോദിച്ചു നോക്ക് എന്ന് പറയുന്നത് കേട്ട് ഉമ്മറത്ത് നിൽക്കായിരുന്ന അച്ഛനും അകത്തേക്ക് കയറി വന്ന് സുധീഷിനോടായി ഡാ, ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അവനോട് പറയണം, സത്യം പറയടാ അവനോട്, അവനല്ലേ നമ്മളെല്ലാം കേട്ടതിന് ഉത്തരവാദി എന്നച്ഛൻ പറയേ. നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ, പുറത്തുപോയേ എന്ന് സുധീഷും പറയുന്നുണ്ട്. നീ ആദ്യം മിണ്ടാതെ നിൽക്കുന്ന അച്ഛൻ സുധീഷിനോടായി പറയേ. നിങ്ങൾ രണ്ടുപേരും മിണ്ടാതിരിക്കേ എന്ന് സുഭാഷും. അപ്പോഴേക്കും അച്ഛൻ ഹരീഷിനോടായി അവൻ കയറി വന്ന് പറയാനുള്ള എല്ലാ ചീത്തയും വിളിച്ച് കയ്യങ്കളി വരെയായി.
ഇവനും അവനും തമ്മിൽ അടിപിടിയായി എന്ന് സുധീഷിനെ ചൂണ്ടി അച്ഛൻ പറയുകയാ. നമ്മുടെ വീടിനെ പറ്റി പറയാൻ അവൻ ആരടാ? ആ ഓട്ടോക്കാരന്റെ വീടെന്താ ബംഗ്ലാവോ? അതൊന്നുമല്ലല്ലോ. അവന്റെ കുടുംബത്തെ പറ്റി എനിക്ക് നന്നായി അറിയാം. അവന്റെ അപ്പൂപ്പനുണ്ടല്ലോ, ഞാൻ നാഷണൽ പെർമിറ്റ് ലോറി ഓടിക്കുന്ന കാലത്ത് അത് കഴുകാനായി വന്ന ആളാ. അക്കാലത്ത് ഇവിടെ വന്ന ചെറുക്കന്റെ തന്തയുണ്ടല്ലോ, ആ ഓട്ടോക്കാരൻ ചന്ദ്രൻ, നിന്റെ വരുംകാല അമ്മായിയപ്പൻ. ഒരു തവണ ലോറി ഓടിക്കാൻ ഒന്ന് പഠിപ്പിക്കോ എന്ന് പറഞ്ഞ് എന്റെ പുറകെ നടന്നവനാ. പുറം കാലുകൊണ്ട് ചന്തിക്കടിച്ചിട്ട് ഓടിച്ചു വിട്ടിട്ടുണ്ട് ഞാൻ എന്നൊക്കെ അച്ഛൻ പറയുന്ന കേൾക്കെ, അച്ഛൻ മതി ഒന്ന് നിർത്ത് എന്ന് സുഭാഷും പറയുന്നുണ്ട്. ഞാൻ എന്തിനാണ് നിർത്തുന്നേ? ആ നരുന്ന് പോലുള്ള പയ്യൻ പ്രായത്തിന് ഇത്രയും വ്യത്യാസമുള്ള എന്നോട് പെരുമാറുന്നത് നിങ്ങളൊക്കെ കണ്ടതല്ലേ എന്നച്ഛൻ പറയുന്നത് കേൾക്കെ, അല്ല ഇതൊക്കെ ഇപ്പൊ ഇവരോട് എന്തിനാ പറയാൻ നിൽക്കുന്നേ എന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട്. എടാ, ഇവൻ കാരണമല്ലേ ഈ വഴക്കൊക്കെ ഉണ്ടായത്, അപ്പോ ഇവനോട് അതെല്ലാം പറയണ്ടേ എന്നച്ഛൻ പറയുന്നത് കേൾക്കെ, നിങ്ങളിപ്പോ പറഞ്ഞല്ലോ, സമാധാനമായല്ലോ, സന്തോഷമായല്ലോ എന്ന് സുധീഷൻ ചോദിക്കുക. സന്തോഷമായെന്ന് അച്ഛൻ പറയെ, എന്നാ ഇറങ്ങിപ്പോ, പുറത്തു പോ എന്ന് പറഞ്ഞ സുധീഷ് അച്ഛനെ പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും, ഞാൻ പോവാം, നീ കിടന്ന് ബഹളം വെക്കാതെ എന്ന് പറഞ്ഞ അച്ഛൻ ഉമ്മറത്തേക്ക് ഇറങ്ങി പോവുകയാ. ഹരീഷും സുഭാഷേട്ടനോടായി, സുഭാഷേട്ടാ അവൻ ഏട്ടനെ അടിച്ചോ എന്ന് ദേഷ്യത്തോടെ ചോദിക്കേ, ഇല്ലടാ എന്ന് സുഭാഷേട്ടനും. സുധീഷും അവനോടായി, ഹരീഷേ അവൻ ഇവിടെ ആരെയും തൊടാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല, നമ്മുടെ വീടിനെ പറ്റി മോശം പറഞ്ഞപ്പോ ഞാൻ അങ്ങോട്ടൊന്ന് കൊടുത്തു എന്ന് സുധീഷ് പറയേ. നമ്മളെ നമ്മുടെ വീടിനെ പറ്റി മോശം പറഞ്ഞിട്ട് വിടാനോ? എങ്ങനെ വിടാൻ എന്ന് ദേഷ്യത്തോടെ ഹരീഷും ചോദിക്കുന്നുണ്ട്. ഏട്ടാ, നമ്മളിത് കേൾക്കുന്നത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞതുപോലെ അവരുടെ വീട് ബംഗ്ലാവൊന്നും അല്ലല്ലോ, അവരെന്തിനാ ഇവിടെ വന്ന് ബഹളമുണ്ടാക്കിയേ എന്ന് ദേഷ്യത്തോടെ ഹരീഷും ഒച്ചവെക്കുകയാണ്. സുധീഷും, എടാ ഹരീഷേ, ഞാനത് അവന്റെ അടുത്ത് ചോദിച്ചതാ, ഇപ്പൊ നിനക്ക് അത്രയ്ക്ക് വലിയ നിർബന്ധമാണെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ പോയി ചോദിക്കാം വന്നേ എന്ന് പറഞ്ഞ് ഹരീഷിന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് പോവാൻ തുടങ്ങുമ്പോഴേക്കും സുഭാഷ് ഏട്ടനും ഇടയ്ക്ക് കയറി അവരെ തടഞ്ഞ്, എന്തുവാടാ ഇത് എന്ന് ചോദിക്കേ, പോയി ചോദിക്കാൻ എന്താ വേണ്ടേ എന്ന് സുധീഷും ചോദിക്കുക. ഹരീഷും ദേഷ്യത്തോടെ പറയുക, അവന്റെ പെങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ അവൻ ആദ്യം എന്നോട് സംസാരിക്കണം. ഞാനില്ലാത്ത സമയം നോക്കി വീട്ടിൽ വന്നിട്ടല്ല ചീത്ത വിളിക്കേണ്ടത്, അവനോട് ചോദിക്കാനുള്ളത് എനിക്ക് ഇപ്പൊ ചോദിക്കണം എന്ന് പറഞ്ഞ് കാലി തുള്ളി നിൽപ്പാ ഹരീഷും. സുഭാഷും അവനോടായി, എടാ ചുമ്മാതിരുന്ന നീ, ദേ സമയം നോക്ക്, ഇപ്പൊ രാത്രിയായി, ഒരു വീട്ടിൽ ചെന്ന് ഈ സമയത്ത് ചോദിക്കാനും പറയാനും നിൽക്കുന്നത് ന്യായമല്ല, അതൊന്നും ശരിയാവില്ലെന്ന് സുഭാഷേട്ടൻ പറയേ. നിധിയും ചെയ്യാനും പറയാനുമുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞു, ഇനി വീട് ഹരീഷ്, രാത്രിയായി, ഒന്നും വേണ്ടെന്ന് പറയുക. ഹരീഷും ദേഷ്യത്തോടെ ഉമ്മറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴേക്കും, എടാ ഹരീഷേ പോവില്ലേ എന്ന് സുഭാഷേട്ടൻ വിളിച്ചു പറയുന്നുണ്ട്. സീറ്റ് ഔട്ടിലെത്തിയവനും തിരിഞ്ഞു നിന്ന് ദേഷ്യത്തോടെ, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, പോരെ എന്ന് വിളിച്ചു പറയേ. ഹോ ഭാഗ്യം എന്ന് ആശ്വാസത്തോടെ നെടുവീർപ്പിടുകയാ നികേഷും. ഹരീഷ് ദേഷ്യത്തോടെ മുറ്റത്തേക്ക് ഇറങ്ങി പോകുമ്പോഴേക്കും സുഭാഷേട്ടൻ ടെൻഷനോടെ സുധീഷിനെ നോക്കുകയാ. നമ്മൾ എന്തു ചെയ്യാനാ, അച്ഛനല്ലേ കൊളാക്കിയത് എന്ന് സുധീഷും ചോദിക്കുകയാ. അത് കണ്ട് നിധിയും സുധീഷിനോടായി, സുധീഷേ ഇനി ഹരീഷിന്റെ അടുത്ത് ചെന്നിരുന്ന് എരി കേട്ടാൻ നിൽക്കരുത്, പറഞ്ഞേക്കാം എന്ന് താക്കീതോടെ പറയേ. ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് സുധീഷും പറയുന്നുണ്ട്. മുറ്റത്ത് ദേഷ്യത്തോടെ നിൽക്കായിരുന്ന ഹരീഷിനെ വിളിച്ച് ഉമ്മറത്തിരുന്ന് ബീഡി വലിക്കായിരുന്ന അച്ഛനും, എടാ ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ, ഇനി അവിടെ പോയി അത് ചോദിക്കാൻ നിൽക്കണ്ട എന്ന് വിളിച്ചു പറയേ. നിങ്ങളൊന്ന് പോയേ എന്ന് ദേഷ്യത്തോടെ പറയുകയാ ഹരീഷും. രാത്രി വൈകിയും അച്ഛൻ പറഞ്ഞ കാര്യങ്ങളോർത്ത് അസ്വസ്ഥതയുടെ മുറ്റത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കിയ ഹരീഷ്. അല്ലെങ്കിൽ തന്നെ ഈ വീടിന്റെ പേര് നാട്ടിൽ നാറിയിരിക്കുക, അതിന്റെ പേരിൽ ഒരുത്തൻ വന്ന് വീണ്ടും ഓരോന്ന് വിളിച്ചു പറയാന്ന് വെച്ചാ എന്നൊക്കെ അച്ഛൻ പറഞ്ഞതോർത്ത് നടക്കുമ്പോഴാണ് അവന്റെ മൊബൈലിലേക്ക് നീതു വിളിക്കുന്നത്. നീതുവിന്റെ കോളാണെന്ന് കണ്ട് അവൻ ദേഷ്യത്തോടെ ആ കോൾ കട്ട് ചെയ്യുമ്പോഴേക്കും നീതു വീണ്ടും അവന്റെ മൊബൈലിലേക്ക് വിളിക്കുകയാണ്. അവൻ വീണ്ടും ആ കോൾ കട്ട് ചെയ്ത് ഉമ്മറത്തെ പടിക്കെട്ടിലിരിക്കെ അസ്വസ്ഥതയോടെ ഇരിക്കുകയാണ്. വീണ്ടും അവൾ വിളിക്കുന്നത് കണ്ട് അവൻ ആ കോൾ അറ്റൻഡ് ചെയ്ത്, എന്തിനാ ഇപ്പൊ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നേ എന്നവൻ ദേഷ്യത്തോടെ ചോദിക്കേ. ഞാൻ എത്ര നേരമായി വിളിച്ചോണ്ടിരിക്കാന്നറിയോ, എന്തിനാ ഇങ്ങനെ കട്ട് ചെയ്യണേ എന്ന് നീതുവും ചോദിക്കുക. എന്ത് കാര്യത്തിന് ഇങ്ങനെ വിളിക്കണേ എന്ന് ഹരീഷ് ചോദിക്കേ. എന്തിനാ ഇപ്പൊ എന്നോട് ഇങ്ങനെ ചൂടാവണേ എന്ന് നീതുവും. ദേഷ്യപ്പെടാണ്ട് പിന്നെ, നിന്റെ ചേട്ടൻ എന്തിനാടി ഇവിടേക്ക് വന്നേ എന്ന് ഹരീഷ് ചോദിക്കേ. അതേപ്പറ്റി ചോദിക്കാനാ ഞാൻ വിളിച്ചേ, അവൻ വന്ന് എന്താ പറഞ്ഞെന്ന് പറ എന്ന് നീതുവും. അത് നിനക്ക് അവനോട് ചോദിക്കായിരുന്നില്ലേ എന്ന് ഹരീഷ് ചോദിക്കേ. നീ ഇങ്ങനെ ചൂടാവാതെ എന്ന് നീതുവും. അല്ലാതെ പിന്നെ, ഞാനില്ലാത്ത നേരം നോക്കി നിന്റെ ചേട്ടൻ വന്ന് ബഹളം വെച്ചിട്ട് പോയി, ഞാൻ പിന്നെ ചിരിക്കണോ? നിന്റെ അച്ഛൻ വർക്ക്ഷോപ്പിൽ വന്ന് ബഹളം വെച്ചത് പോരെ, നിന്റെ ചേട്ടൻ എന്റെ വീട്ടുകാരെ ചീത്ത പറയണത് ഞാൻ സഹിക്കണോ എന്ന് ഹരീഷ് ദേഷ്യത്തോടെ ചോദിക്കേ. അവൻ ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ എനിക്കറിയായിരുന്നോ ഹരീഷേ എന്ന് നീതുവും ചോദിക്കുക. ഹരീഷും ദേഷ്യത്തോടെ, അതെ ഒരു കാര്യം പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് നിന്നോളാൻ നിന്റെ ചേട്ടനോട് പറഞ്ഞേക്ക്, ഇനിയും അവൻ അത് ആവർത്തിച്ച എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ ഒരു പിടി ഉണ്ടാവില്ല. ഇനി അവനെ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ ഞാൻ വീട്ടിലുള്ളപ്പോ വരാൻ പറ അവനോട്, എന്താ വേണ്ടതെന്ന് എനിക്കറിയാം എന്ന് ഹരീഷ് ദേഷ്യത്തോടെ പറയേ. പ്ലീസ് ഹരീഷേ, അവൻ അങ്ങോട്ട് വന്നത് തന്നെ എനിക്ക് ഇഷ്ടായിട്ടില്ല. അതും പറഞ്ഞ് ഞാനും അവനുമായി അടിയുണ്ടാക്കി, ഞാൻ അറിയാതെ അവൻ ഓരോന്ന് ചെയ്തതിന് എന്നോട് ദേഷ്യപ്പെടുന്നത് എന്തിനാ എന്ന് നീതു ചോദിക്കേ. ഇങ്ങനെയുള്ള നാശം പിടിച്ചത് ഓരോന്നും ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ടാ ഞാൻ ഒഴിഞ്ഞു മാറിപ്പോയത് എന്ന് ഹരീഷ് പറയുന്നത് കേൾക്കാൻ ടെൻഷനോടെ, അങ്ങനെയൊന്നും പറയില്ല ഹരീഷ് എന്ന് നീതുവും.
പിന്നെ ഈ ലവും കോപമൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എടി, എത്ര തവണ ഞാൻ പൊക്കോളം പറഞ്ഞു നിന്നോട്. ഇങ്ങനെ നടക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. ഈ വീടിനെ പറ്റി മോശം പറയുന്നു, അവര് നാണം കെടുത്തുമെന്നൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഒഴിഞ്ഞു മാറിപ്പോയത്. അതും അതുപോലെ തന്നെ ആയില്ലേ. എടി, എന്റെ വീട്ടുകാരെന്തിനാടി ഇതൊക്കെ സഹിക്കണേ എന്ന് ഹരീഷ് ചോദിക്കേ. നോക്ക് ഹരീഷേ, ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന് എത്ര തവണ പറയണം. അവനോടുള്ള ദേഷ്യം നീ എന്നോട് കാണിക്കല്ലേ എന്ന് നീതുവും പറയുക. എടി, നീ കാരണമല്ലേ ഇതൊക്കെ ഉണ്ടായേ. അപ്പൊ പിന്നെ നിന്നോട് ദേഷ്യപ്പെടാണ്ട് ഞാൻ പിന്നെ വേറെ ആരോടാടി ദേഷ്യപ്പെടണ്ടേ. എടി, എന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും നിന്റെ വീട്ടിൽ വന്ന് ചീത്ത വിളിച്ചോ? നീ വെറുതെ ഇരുന്നോ എന്ന് ദേഷ്യത്തോടെ ഹരീഷ് പറയുക. ഹരീഷേ, ഞാൻ നിന്റെ ഭാഗത്തു നിന്നാ സംസാരിക്കുന്നത്. അതെന്താ നീ മനസ്സിലാക്കാത്തെ എന്ന് നീതുവും ചോദിക്കുക. എടി, അങ്ങനെയാണെങ്കിലേ അവൻ ഇവിടെ വരാണ്ട് നീ തടയണമായിരുന്നു എന്ന് ഹരീഷ് പറയേ. നിനക്ക് എന്റെ വീട്ടുകാരെ അറിഞ്ഞൂടെ ഹരീഷേ? എന്താ നീ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ എന്ന് നീതുവും. ദേ നോക്ക്, അവരെങ്ങനെയാണ് സംസാരിക്കുന്നതെങ്കിൽ ഞാനും നീയും തമ്മിലുള്ള ബന്ധം അവസാനിക്കുന്നത് തന്നെയാ നല്ലത്. എന്നെ പറ്റി എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും. പക്ഷെ വീട്ടിൽ വന്നു കയറി ബഹളമുണ്ടാക്കിയാ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് നീ കരുതണ്ട. നോക്കിക്കോ, നിന്റെ ചേട്ടൻ എന്റെ കൺമുന്നിൽ എന്ന് വന്ന് പെടുന്നുവോ അന്ന് അടിയാ മോളെ, ഒരു സംശയവുമില്ല. ഇനി ഒരു കാര്യവും ചോദിച്ച് നീ ഫോൺ വിളിച്ചു പോവരുത്, വെക്കടി എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ കോൾ കട്ട് ചെയ്യുക ഹരീഷ്. നീതുവും ദേഷ്യത്തോടെ ആ മൊബൈൽ ബെഡിലേക്ക് ഇടുമ്പോഴേക്കും അമ്മ അങ്ങോട്ട് കയറുമെന്ന് നീ ആരോടെടി സംസാരിച്ചേ എന്ന് ചോദിക്കേ. ഞാൻ ആരോട് സംസാരിച്ചാലോ നിങ്ങൾക്ക് എന്താ എന്ന് നീതുവും ദേഷ്യത്തോടെ ചോദിക്കുക. ആ പീറ ചെറുക്കനായിരിക്കുമല്ലേ, എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലല്ലേ എന്നമ്മ ചോദിക്കേ. ഇല്ലെന്നിപ്പൊ മനസ്സിലായല്ലോ, അപ്പൊ വീണ്ടും വീണ്ടും അത് തന്നെ ചോദിക്കണ്ട. എനിക്ക് ഹരീഷിനോട് സംസാരിക്കാൻ തോന്നുമ്പോഴൊക്കെ ഞാൻ വിളിക്കും എന്ന് നീന്തു പറയേ. അടിച്ച് നിന്റെ ചുണ്ട് ഞാൻ പൊട്ടിക്കും കേട്ടോ എന്നമ്മയും വെറുതെ നടക്കാത്ത കാര്യം പറയണ്ട. ആദ്യം നിങ്ങളുടെ മോൻ അങ്ങോട്ട് പോയി വഴക്കുണ്ടാക്കിയത് എന്തിനാണെന്ന് ചോദിക്കേ. അവിടെ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വന്നോ? ഇല്ലല്ലോ. ഇല്ലെങ്കിൽ ഹരീഷ് എന്നെയും കൂട്ടി ഓടിപ്പോയോ എന്നവൾ ചോദിക്കുന്നത് കേൾക്കേ. ദേഷ്യത്തോടെ അവളുടെ മുഖമടച്ചൊന്നു കൊടുത്ത് നാണം കിട്ടവളെ തറുതല പറയുന്നോടി എന്ന് അമ്മയും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറയും, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലേ എന്നോട് ചോദിക്കണം, അല്ലാതെ നാട്ടുകാരുടെ വീട്ടിൽ പോയി ബഹളം ഉണ്ടാക്കിയല്ല വേണ്ടത്. നിങ്ങളുടെ മോൻ അവിടെ പോയി ബഹളമുണ്ടാക്കിയാൽ ഞാൻ ഹരീഷുമായുള്ള ബന്ധം ഒഴിവാക്കുമെന്ന് കരുതിയോ എന്നവൾ ചോദിക്കേ. എന്താടി പറഞ്ഞത് എന്ന് ചോദിച്ച് അമ്മ അവളെ അടിക്കാനായി കൈയോങ്ങുന്നുണ്ടെങ്കിൽ അവൾ അമ്മയുടെ കൈ ബലമായി പിടിച്ചു മാറ്റി. നിങ്ങൾ എന്നെ എത്ര തല്ലിയിട്ടും കാര്യമില്ല, എനിക്ക് തോന്നിയ പോലെ ഞാൻ ചെയ്യും. ഇനി ഒരു തവണ കൂടി നിങ്ങളുടെ മകൻ ആ വീട്ടിൽ പോയി എന്ന് ഞാൻ അറിഞ്ഞ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് നീതു ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാ. രാവിലെ ഉമ്മറത്തെ കസേരയിലിരുന്ന് പത്രം വായിക്കുക നിധി. കുളി കഴിഞ്ഞ് അങ്ങോട്ട് കയറി വരുന്ന നികേഷും എടുത്തി ഗുഡ് മോർണിംഗ്, എന്താണ് പ്രധാന വാർത്തകൾ എന്ന് ചോദിക്കുമ്പോഴേക്കും സുഭാഷ് അവർക്കുള്ള ചായയുമായി എത്തുകയാണ്. നിധിക്കും നികേഷിനും ചായ കൊടുത്ത് ഹരീഷേ എന്ന് നീട്ടി വിളിക്കുന്നുണ്ട് സുഭാഷ്. അവരിവിടെ ഇല്ല എന്ന് നിധി പറയേ. എവിടെ പോയി എന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുക. കുറച്ചു മുമ്പ് രണ്ടുപേരും പുറത്തുനിന്ന് സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് കണ്ടു എന്നവൾ പറയുന്നത് കേൾക്കെ. അമ്പരപ്പോടെ രണ്ടുപേരും ഒന്നിച്ചോ എന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുക. അതെ എന്ന് നിധി പറയേ. സാധാരണ അത് പതിവില്ലല്ലോ. നികേഷേ, അവരെ ഒന്ന് വിളിച്ചെന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നത് കേൾക്കെ നികേഷ് അകത്തേക്ക് കയറി പോവുകയാണ്. നിധിയും സുഭാഷ് ഏട്ടന്റെ ടെൻഷൻ കണ്ട് എന്തിനാ സുഭാഷ് ഏട്ടൻ ഇങ്ങനെ ടെൻഷനാവുന്നത്? ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കേ. അതാണ് ടെൻഷൻ മോളെ, ചെറിയ കുട്ടികളായിരുന്നെങ്കിലേ എവിടെയെങ്കിലും പോയി വഴക്കിട്ടോട്ടെ എന്ന് വിചാരിക്കായിരുന്നു എന്ന് സുഭാഷ് ടെൻഷനോടെ പറയുമ്പോഴേക്കും ഹരീഷിന്റെ മൊബൈലിലേക്ക് കോൾ ചെയ്തുകൊണ്ട് നികേഷും ഉമ്മറത്തേക്ക് ഇറങ്ങി വരികയാ. ഹരീഷിന്റെ മൊബൈൽ അകത്തു നിന്ന് റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് ഹരീഷ് ഏട്ടൻ ഫോൺ എടുത്തിട്ടില്ല എന്ന് നികേഷ് പറയേ. നീ സുധീഷിനെ ഒന്ന് വിളിച്ചെന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്. അവന്റെ മൊബൈലിലേക്ക് വിളിക്കുമ്പോഴേക്കും അത് സ്വിച്ച് ഓഫ് ആയിരുന്നു. അതുകൊണ്ട് സുഭാഷ് ഏട്ടനും എന്തെങ്കിലും ഗുരുത്തക്കേട് ഒപ്പിക്കാനായിരിക്കും രണ്ടുപേരും കൂടി ഒന്നിച്ചു പോയിരിക്കുന്നത്, അത് ഉറപ്പാ എന്ന് പറയേ. നിധിയും ചെറിയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് എന്തിനാ ഇത്ര ടെൻഷൻ സുഭാഷ് ഏട്ടാ എന്ന് ചോദിക്കേ. എന്റെ മോളെ, നിനക്ക് അവരെ അറിയാൻ പാടില്ല. രണ്ടുപേരും അടിച്ചു വഴക്കിട്ട് ഒരിടത്ത് ഇരുന്നാലും പ്രശ്നമില്ല, പക്ഷേ ഒന്നിച്ചൊരിടത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാ കുഴപ്പാ, അത് ഉറപ്പാ എന്ന് സുഭാഷ് ഏട്ടൻ പറഞ്ഞു നിർത്തേ. സുഭാഷ് ഏട്ടാ, എനിക്കൊരു സംശയം എന്ന് നികേഷ് പറയേ. എന്താടാ എന്ന് സുഭാഷ് ഏട്ടനും. ഇനി നിധുവിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവോ? അല്ല, ഇന്നലെ അവളുടെ ചേട്ടൻ ഇവിടെ വന്ന കാര്യം ഹരീഷ് ഏട്ടൻ വന്നപ്പോഴേക്കും പറഞ്ഞു കൊടുത്തതല്ലേ എന്ന് നികേഷ് ചോദിക്കുന്നത് കേൾക്കെ. അത് ശരിയാണല്ലോ, എന്നാ പിന്നെ തുളഞ്ഞു, ഉറപ്പായിട്ടും ഇത് പ്രശ്നമാവൂ എന്ന് സുഭാഷ് ഏട്ടനും ടെൻഷനോടെ പറയുകയാ. എന്ത് പ്രശ്നം എന്ന് നിധി ചോദിക്കേ. മോളെ, അവരുടെ സ്വഭാവം നിനക്കറിയാൻ പാടില്ലാഞ്ഞിട്ടാ. ആ ചെറുക്കം വന്ന കാര്യം ഹരീഷ് അറിയണ്ടെന്ന് ഞാൻ പറഞ്ഞതാ, പക്ഷെ വന്നപ്പോഴേക്കും അച്ഛൻ അത് ഓതി കൊടുക്കുകയും ചെയ്തു. ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ ഉണ്ടാവോ എന്തോ എന്ന് പറഞ്ഞ് ടെൻഷനോടെ നിൽപ്പാ സുഭാഷ് ഏട്ടനും. സുഭാഷ് ഏട്ടൻ ടെൻഷൻ ആവണ്ട, അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് നിധി അകത്തേക്ക് കയറി പോവുകയാണ്. നികേഷും ടെൻഷനോടെ നിൽക്കുകയായിരുന്ന സുഭാഷ് ഏട്ടന്റെ അരികിലേക്ക് വന്ന്, സുഭാഷ് ഏട്ടാ, ഇത് പ്രശ്നമാവും. അല്ല, അവരിപ്പോ അവിടെ എത്തിയിട്ടുണ്ടാവും, ഉറപ്പാ എന്ന് പറയേ. ആ നന്നായി എന്ന് പറഞ്ഞ് നിൽപ്പാ സുഭാഷ് ഏട്ടനും. സുഭാഷും ഹരീഷും അപ്പോഴേക്കും നീതുവിന്റെ വീടിന്റെ മുറ്റത്തെത്തിയിരുന്നു. മുറ്റത്ത് കോഴികൾക്ക് തീറ്റ കൊടുക്കുകയായിരുന്ന നീതുവിന്റെ അച്ഛനും അവരെ കണ്ട്
അവരുടെ അടുത്തേക്ക് നടന്നു ചെന്ന് ഹലോ, ഇത് എങ്ങോട്ടാ ഈ കയറി വരുന്നത്? പടി തുറന്നു കിടക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടേ ആർക്കും കയറി വരാനുള്ള വീടല്ല ഇത് എന്ന് പറയുന്നത് കേൾക്കെ നീതുവിന്റെ അമ്മയും നീതുവും അത് ശ്രദ്ധിച്ച് അങ്ങോട്ട് വരുന്നുണ്ട്. സുധീഷും ഹരീഷും അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും എടാ അവിടെ നിൽക്കാൻ, ഇത് എങ്ങോട്ടാ ഈ കയറി പോകുന്നത് എന്ന് നീതുവിന്റെ അച്ഛൻ ചോദിക്കേ അത് കണ്ടൂടെ എന്ന് സുധീഷും. നീതുവും അമ്മയും അപ്പോഴേക്കും സീറ്റൗട്ടിലേക്ക് എത്തിയിരുന്നു. എടി എന്താടിത്, വഴിയെ പോയവരെയൊക്കെ വീട്ടിൽ വിളിച്ചു കയറ്റുകയാണോ എന്ന് നീതുവിന്റെ അമ്മയും ദേഷ്യത്തോടെ അവളോടായി ചോദിക്കുക. ഞാൻ വിളിച്ചിട്ടില്ലമ്മ എന്ന് നീതു പറയുമ്പോഴേക്കും സുധീഷും ഹരീഷും വീടിനകത്തേക്ക് കയറിപ്പോവുകയാ. എങ്ങോട്ടാ ഇത് എന്നവളുടെ അമ്മ വിളിച്ചു ചോദിക്കേ. സമാധാനിക്ക്, ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞവർ രണ്ടുപേരും ഹാളിലെത്തി വീടാകെ നോക്കി നിൽപ്പാ. നീതുവിന്റെ അമ്മയും ദേഷ്യത്തോടെ അച്ഛനോടായി നിങ്ങൾ എന്താ മനുഷ്യയെ നോക്കി നിൽക്കുന്നേ, പിടിച്ച് പുറത്താക്ക് എന്ന് പറയേ നീതുവും അവിടെ നിന്ന് ചിരിക്കുക. അതുകൊണ്ട് അവളുടെ അമ്മയും നീ എന്താടി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നേ എന്ന് ചോദിക്കേ. അതെ, നിങ്ങളുടെ മകന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് കയറാം, ഞങ്ങൾക്ക് അങ്ങനെ പറ്റില്ല. ദേഷ്യം വന്നു അല്ലേ എന്ന് ഹരീഷൻ ചോദിക്കുക. അത് കേൾക്കെ നീതുവിന്റെ അച്ഛനും എന്റെ മകൻ വന്നപ്പോ നീ അവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നേരെ കയറി അകത്തേക്ക് വരാന്നാണോ എന്ന് ചോദിക്കേ. നീതു അവിടെ നിന്ന് ചിരിക്കുന്നത് ഇഷ്ടപ്പെടാതെ ഇളിച്ചോണ്ട് നിൽക്കാതെ അകത്തേക്ക് കയറി പോടിയെന്ന് പറഞ്ഞ് നീതുവിന്റെ അമ്മ അവളെ അകത്തേക്ക് തള്ളിവിടുകയാണ്. അപ്പോഴേക്കും പുറത്തു പോയിരുന്ന അഖിലും തന്റെ സ്കൂട്ടിയിൽ അങ്ങോട്ടെത്തുകയാ. അവരെ കണ്ട് ദേഷ്യത്തോടെ അകത്തേക്ക് കയറി വന്ന് എന്താടാ ഇവിടെ എന്ന് ചോദിക്കുന്ന ശബ്ദം കേൾക്കെ നീതു വീണ്ടും അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. വീട്ടിൽ കയറി വന്ന് തോന്നിയസം കാണിക്കുന്നുടാ എന്ന് ചോദിച്ച അഖിൽ ഹരീഷിന്റെ നേരെ പാഞ്ഞെടുക്കുമ്പോഴേക്കും സുധീഷ് തടഞ്ഞു നിർത്തി. ഏയ് അടങ്ങി നിൽക്ക് എന്ന് പറഞ്ഞ അവനെ ആകെയൊന്ന് നോക്കി. നീ എന്തു സാധനമാടാ വലിച്ചു കയറ്റുന്നേ, ഇനി വല്ല കൂടിയ ഐറ്റവുമാണോ? നിന്റെ കണ്ണു മൂക്കുമൊന്നും ശരിയല്ലല്ലോ മോനെ എന്ന് ചോദിക്കെ ദേഷ്യത്തോടെ അവന് നേരെ കൈ ഉയർത്തുന്നുണ്ട് അഖിൽ. സുധീഷും അവന്റെ കൈ പിടിച്ചു മാറ്റിക്കൊണ്ട് ദേ മര്യാദയ്ക്ക് സംസാരിക്കാൻ വന്ന അങ്ങനെയല്ലേ വേണ്ടേ, അപ്പോഴേക്കും അങ്ങ് അടിക്കാൻ കൈ ഒങ്ങ വേണ്ടേ എന്ന് ചോദിക്കെ. കൈ വിടറാ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ കൈ വിടുവിക്കുക അഖിലും. ആ കാഴ്ച കണ്ട് ടെൻഷനോടെ നോക്കി നിൽക്കുന്ന നീതുവിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. സുധീഷും ഹരീഷും വീട്ടിൽ കയറി വഴക്കുണ്ടാക്കിയതിനെ തുടർന്ന് അക്കാര്യം ചോദിക്കാനായി നീതുവിന്റെ അച്ഛനും അമ്മയും ഹരീഷിന്റെ വീട്ടിലെത്തുന്നതും മോശപ്പെട്ട രീതിയിൽ അവർ വീടിനെ കുറിച്ച് സംസാരിക്കുന്നത് സഹിക്കാനാവാതെ നിധി സുധീഷിന്റെ കയ്യിൽ നിന്നും താലിമാല ചോദിച്ചു വാങ്ങി കഴുത്തിലിട്ട് സുധീഷിനും കുടുംബത്തിനും വേണ്ടി സപ്പോർട്ട് ചെയ്ത് നീതുവിന്റെ അച്ഛനും അമ്മയോടും സംസാരിക്കുന്നതുമൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.